ലോക മണ്ണ് ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടികൾ പടന്നക്കാട് അനന്തംപള്ളിയിലെ മുത്തപ്പൻ മടപ്പന ഹാളിൽ വെച്ച് നടത്തി. ദിനാചരണ ഭാഗമായി പെർഫെക്റ്റ് ആഗ്രോ മെഷീനറിയുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമായ മണ്ണിനെ സംരക്ഷിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഡിസംബർ 5-ന് ലോക മണ്ണ് ദിനമായി ആചരിച്ചു വരുന്നത്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജീവികൾ സസ്യങ്ങൾക്ക് കരുത്തും ആരോഗ്യവും പോഷകങ്ങളും നൽകി സഹായിക്കുകയും പകരം സസ്യങ്ങൾ അവർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. മാലിന്യങ്ങളെല്ലാം വേർതിരിച്ച് ജീവജാലങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നതും ജീവിക്കാൻ ആവശ്യമായ ആഹാരം നൽകുന്നതും മണ്ണാണ്. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെ ഒഴിവാക്കുന്നതിനും അതികഠിനമായ വരൾച്ച തടയുന്നതിനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുക്കാനും വെള്ളത്തെ സംരക്ഷിക്കുന്നതിനും ഭക്ഷ്യവിളകൾ സുലഭമാക്കുന്നതിനും മണ്ണിനെ സംരക്ഷിക്കേണ്ടുന്നത് മനുഷ്യരുടെ കടമയാണെന്നതാണ് ഓരോ മണ്ണ് ദിനാചരണവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വർഷത്തെ ലോക മണ്ണ് ദിനാചരണത്തിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പരിപാടികൾ പടന്നക്കാട് അനന്തംപള്ളിയിലെ ശ്രീ മുത്തപ്പൻ മടപ്പന ഹാളിൽ വെച്ച് നടത്തി. മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മണ്ണിലാണ് എല്ലാം ഉണ്ടാകുന്നത്, മണ്ണാണ് ജീവൻ അല്ലേ? എല്ലാവർക്കും അറിയാം. മണ്ണിൽ നിന്നുണ്ടാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങി പോകുന്നു മനുഷ്യരാണ്. എല്ലാം മണ്ണിൽ പോകുമ്പോൾ അങ്ങോട്ടുണ്ട്, അല്ലാതെ വേറെ എവിടെയും നിൽക്കാൻ ആർക്കും കഴിയുന്നു. അതുകൊണ്ട് മണ്ണ്, ഈ ഭൂമിയിലെ മണ്ണ് എന്ന് പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വായു വേണം, ജലം വേണം, അതൊക്കെ വേണം. ഏതെങ്കിലും ഒന്ന് അപ്രധാനമെന്ന് പറയല്ല. വായു ജലം ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, മണ്ണില്ലെങ്കിലും ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യവും അത് സംബന്ധിച്ച് കൂടുതൽ ഈ കാലഘട്ടത്തിൽ മണ്ണ്, കൃഷിക്കുള്ള മണ്ണ് കുറഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിശാലമായ വയലുകളുണ്ടോ ഇപ്പോൾ? ആളുകൾക്ക് വയൽ വേണം, പരമാവധി എങ്ങനെയാണ് ഇത് നികത്തേണ്ടത് എന്ന് നോക്കുക, എങ്ങനെയാണ് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കുക, എങ്ങനെയാണ് ഇതിനെയൊക്കെ വാണിജ്യവൽക്കരിച്ച് കൊണ്ടുപോകേണ്ടതെന്ന് ആലോചിക്കുക. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ധാരണ എന്താ അറിയോ? താൽക്കാലികമായ സാമ്പത്തിക നേട്ടം ചിലപ്പോൾ കൂടുതൽ നമുക്കതിനുണ്ടാവും. ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽറ്റിക് അബ്ദുള്ള അധ്യക്ഷനായി. ദിനാചരണത്തിന് മുന്നോടിയായി നവംബർ 23, 24 തീയതികളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും പ്രദേശത്തെ കർഷകരുടെ മണ്ണ് പരിശോധനാ റിപ്പോർട്ടും കർഷകർക്കായുള്ള സൂക്ഷ്മ കീടാണു മിശ്രിത വളത്തിന്റെ വിതരണോദ്ഘാടനവും ഇതേ വേദിയിൽ വെച്ച് MLA നിർവഹിച്ചു. കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാഘവേന്ദ്ര മണ്ണ് ദിന സന്ദേശം അവതരിപ്പിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P. അഹമ്മദ് അലി, K. ലത, K. V. സരസ്വതി, K. പ്രഭാവതി, കൌൺസിലർമാരായ C. രവീന്ദ്രൻ, K. ബാബു, T. ബാലകൃഷ്ണൻ, V. ശോഭ, കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ K. ബിന്ദു, VFPCK ജില്ലാ മാനേജർ U. രാജേഷ്, നഗരസഭാ കൃഷി ഓഫീസർ K. മുരളീധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിളപരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി കൃഷി വകുപ്പ് റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ വീണ റാണിയും മണ്ണ് പരിപാലനം എന്ന വിഷയത്തെ അധികരിച്ച് സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ PV പ്രമോദും ക്ലാസ് എടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജില്ലാ കോർഡിനേറ്റർ U. അജിത് കുമാർ വിശദീകരിച്ചു. കൂടാതെ കർഷകർക്ക് ചെറുകിട കാർഷിക ഉപകരണങ്ങളെ പരിചയപ്പെടുത്താനും മനസ്സിലാക്കാനുമായി പെർഫെക്റ്റ് ആഗ്രോ മെഷീനറിയുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. കമ്പനിയുടെ ഏരിയ മാനേജർ ഡോൺ ജോസഫ് മെഷീനറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. പരിപാടിയിൽ കാസർഗോഡ് മണ്ണ് പര്യവേഷണം വിഭാഗത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ PV പ്രമോദ് സ്വാഗതവും മണ്ണ് സംരക്ഷണ ഓഫീസർ M. നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.